കേരളീയ പാരമ്പര്യ ശൈലിയിലുള്ള വീടുകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, എപ്പോഴും ഇൻ ട്രെൻഡുമാണ്. ഇന്ന് നമ്മൾ അത്തരത്തിൽ ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ വിശേഷമാണ്. ഈ വീടിൻ്റെ പേര് ശ്രീനന്ദനം. ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണുള്ളത്. അപ്രോക്സിമേറ്റ്ലി 3350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഷിപ്പിലെ ക്യാപ്റ്റനായിട്ടുള്ള ജയകൃഷ്ണൻ്റെയും അശ്വതയുടെയാണ്. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നാലുകെട്ട് വേണം എന്നുള്ളൊരു സ്ട്രോങ് ആവശ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊണ്ട് തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലേഔട്ടിൽ പ്രൈമറിലി ഫോളോ ചെയ്യേണ്ട എല്ലാ അളവുകളും പാലിച്ചുകൊണ്ട് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ പഴമയുടെ സൗന്ദര്യവും മോഡേൺ ഫെസിലിറ്റീസും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശ്രീനന്ദനം ഡിസൈൻ ചെയ്തത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ പടിപ്പുരയാണ്. നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിന് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റ് കൂടിയാണ് ഈ കിളിവാതിൽ. പടിപ്പുരയിൽ നിന്ന് കടപ്പ സ്റ്റോൺ വിരിച്ച് ഈ വഴി കയറി വരുന്നത് നമ്മുടെ നേരെ പ്രധാന വാതിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ കൊടുത്തിട്ടുള്ള തുളസിത്തറയുണ്ട്. ഇവിടുന്ന് ഈ സൈഡിലാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. കാറൊക്കെ കയറി വരുന്നത് അവിടെയാണ്. അതുപോലെ നമ്മുടെ കാർ പോർച്ചും കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലാണ്. അതുപോലെ നമ്മുടെ കുറച്ച് ലോൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ചുറ്റുമായിട്ട്. അതുപോലെ അതിൽ വരുന്ന ചെടികൾ ചെത്തി, ചെമ്പരത്തി, പാല, അങ്ങനെയുള്ള ട്രഡീഷണൽ ചെടികളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ വീട് ചെയ്തതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ജാതി മരങ്ങളുമൊക്കെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് മെയിൻലി നമ്മൾ കയറുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മെയിൻ ഡോറാണ് ഇവിടെ വരുന്നത്. നമ്മൾ അതിനു മുമ്പ് പറയേണ്ടത് നമ്മുടെ വരാന്തയെക്കുറിച്ചാണ്. നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ വരാന്ത കൊടുത്തിട്ടുണ്ട്. ഈ വരാന്തയ്ക്ക് കൊടുത്തിട്ടുള്ളത് ലാറ്ററൈറ്റ് പില്ലേഴ്സാണ്. ഇത് ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ആണ്. കുറേ ലാറ്ററൈറ്റ്, നമ്മൾ ഈ വീട് മുഴുവൻ പണിതിട്ടുള്ളത് ലാറ്ററൈറ്റ് സ്റ്റോണിൽ തന്നെയാണ്. പക്ഷേ ഈ പാർട്ടിക്കുലർ നമുക്ക് കോൺക്രീറ്റ് പില്ലർ ആയതുകൊണ്ട് നമ്മളിത് ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ആർച്ചസ് ആയിട്ടാണ്. തമിഴ്നാട്ടിലെ ചെട്ടിനാട് കാരക്കുടിയിൽ ഒരു ആൻറ്റിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച റിയൽ ആൻറ്റിക് ഡോറാണിത്. ഇതിൻ്റെ താഴത്തെ കരിങ്കല്ലുള്ള സ്റ്റെപ്പും ഫിറ്റിങ്ങുകളും ഒക്കെ റിയൽ ആൻറ്റിക് ആണ്. ഇത് ടീക്കിലാണ് ഈ ഡോറ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് പോളിഷ് ചെയ്തെടുത്തു. കുറച്ച് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി. മെയിൻ ഡോറ് കയറി വരുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നടുമുറ്റത്തേക്കാണ്. നടുവിൽ മഴ പെയ്യുന്ന ഓപ്പൺ ആയിട്ടുള്ള നടുമുറ്റം. ഈ നടുമുറ്റത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് റിയൽ ആൻറ്റിക് പില്ലേഴ്സാണ്. ഇതും നമ്മൾ കാരക്കുടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും ടീക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയും താഴെ ഒരു സ്റ്റോൺ ബേസ് ഉണ്ട്. അതുപോലെ ഈ ടോപ്പിലെ പോർഷനിൽ നമ്മൾ പറയുന്നത് കമലക്കട്ട എന്നാണ്. ഇതൊക്കെ റിയൽ ആൻറ്റിക് ആണ്. ഇതിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇതിനെ പോളിഷ് ചെയ്തതാണ്. നടുമുറ്റത്തിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ ആണ്. ഈ ലിവിങ് ഏരിയ നമുക്ക് നടുമുറ്റം കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാനും ടി വി കാണാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഇവിടെ ഒരു എൽ ഷേപ്പിലൊരു സോഫ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടി വി ഏരിയ ഇവിടെയാണ് വരുന്നത്. ടി വി യൂണിറ്റും നമ്മൾ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ബെഞ്ചും ചെയ്തിട്ടുണ്ട്, നമുക്ക് നടുമുറ്റത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത് പോലെ. അതുപോലെ നമ്മൾ ഇവിടുത്തെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ട്രസ് റൂഫിംഗ് ആണ്. ഈ പോർഷനിൽ മാത്രം നമ്മളിത് RCC റൂഫിംഗ് ചെയ്തിട്ടില്ല. നമ്മൾ എന്നിട്ട് ഇതിലെ ട്രസ് റൂഫിൻ്റെ താഴെ സീലിംഗോട് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നടുമുറ്റത്തിൻ്റെ നേരെ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ പൂജാമുറി. ഈ പൂജാമുറി നമ്മൾ കംപ്ലീറ്റ്ലി വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെ ഒരു തറ കൊടുത്തിട്ടുണ്ട്. ആ തറയുടെ മേളിൽ നമ്മളൊരു വുഡിൻ്റെ കൊട്ടിൽ സ്റ്റൈലിലാണ് ഈ പൂജാമുറി ചെയ്തിട്ടുള്ളത്. ഡോറിൻ്റെ മേളിലൊരു ഗജലക്ഷ്മി സ്റ്റൈലിലുള്ള ഒരു കാർവിങ് കൊടുത്തിട്ടുണ്ട്. നടുമുറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡൈനിങ് റൂമാണ്. ഇതിൽ നമുക്കൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡോറിലൂടെ കടന്ന് ചെല്ലുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരു ബ്രാസ് ഹാങ്ങിങ് ലൈറ്റും ഉണ്ട്. നമ്മളിതിൽ ഫാൻ കൊടുത്തിട്ടുള്ളത് ഒരു വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ഫ്ലോറാണ്. അതുപോലെ സീലിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല മച്ച് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് POPയിൽ ചെയ്തിട്ട് വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ വാഷ് ഏരിയ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു താഴെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നാനോ വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഒരു വൈറ്റ് മാറ്റ് ഫിനിഷ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാപ്പും ബാക്കിയിട്ടുള്ള ആക്സറീസും ഒക്കെ ലൈറ്റും ഒക്കെ നമ്മളൊരു ബ്രാസ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്.
കിച്ചൺ നമ്മൾ എല്ലാ മോഡേൺ ഫെസിലിറ്റീസും വെച്ച് ചെയ്തിട്ടുള്ള കിച്ചൺ തന്നെയാണ്. ഇതിൻ്റെ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ വിനീർ ചെയ്തിട്ട് പോളിഷ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കിച്ചൺ ടോപ്പ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റിലാണ്. അതുപോലെ ഇതിൻ്റെ സ്പ്ലാഷ് ബാക്ക് ചെയ്തിട്ടുള്ളത് ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു വിൻറ്റേജ് സ്റ്റൈൽ ടൈലാണ്. ഇതിൻ്റെ ഈ സൈഡിലാണ് ഇതിൻ്റെ സിങ്ക് വരുന്നത്. സ്റ്റൗ വരുന്നത് ഈ ഒരു എൽ ഷേപ്പ് പോർഷനിലാണ്. ഇതിൽ ഓവനും അതുപോലെ ഈ കോർണറിലാണ് ഇവിടെ ഫ്രിഡ്ജും വരുന്നത്. ഇത് നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. ഇതിൽ നമ്മൾ പ്രോപ്പർ ക്രോസ് വെന്റിലേഷൻ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ നേരെയാണ് നമ്മൾ നടുമുറ്റത്തിലേക്ക് കയറുന്ന ഏരിയ. അതിൻ്റെ നേരെ നമുക്ക് വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോറിന് നടുമുറ്റത്തിൽ കൂടെ നമുക്ക് നേരെ കാണുന്നത് സ്റ്റെയർ കേസാണ്. ആ സ്റ്റെയർ കേസിൻ്റെ സൈഡിലും നമ്മൾ ഡോർ കൊടുത്തിട്ടുണ്ട്. മുകളിലും വിൻഡോ ഉണ്ട്. സോ ഇത് പ്രോപ്പർ ക്രോസ് വെന്റിലേറ്റഡ് ആണ്. ഈ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് ഒരു മെറ്റൽ ഫ്രെയിമിൽ വുഡൻ ഹാൻഡ് റെയിലും സ്റ്റെപ്സ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. അതുപോലെ അതിൻ്റെ റൈസർ പോർഷൻ വുഡിലാണ് അഗെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ അടിയിലും നമ്മൾ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിലാണ് നമ്മുടെ DB UPS അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ ഡോറ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഡോറാണ്. നടുമുറ്റത്തിന് ഒരു ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളതും അതുപോലെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതും നാച്ചുറൽ സ്റ്റോൺ ആണ്. അതുപോലെ നമ്മൾ അതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയയും ഇതിൻ്റെ ചുറ്റുമുള്ള പോർഷൻ കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി ബ്ലാക്ക് മാറ്റ് വിട്രിഫൈഡ് ടൈലാണ്. നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് റിയൽ വുഡിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കനോപ്പി ബെഡാണ്. ഇതുപോലെ തന്നെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട് മുകളിലും താഴെയുമായിട്ട്. അതുപോലെ നമ്മൾ ഇതിന് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറ് ഒരു വുഡൻ സ്റ്റൈലാണ്. വേറൊരു റൂമിൽ നമ്മൾ ഇതിലൊരു ഡിസൈനർ ടൈൽ കൊടുത്തിട്ടുണ്ട്, കുറച്ചൊരു ഫ്ലോറൽ പാറ്റേണുള്ള. അതുപോലെ ഇതിൻ്റെ സീലിങ്ങും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ POP ചെയ്തിട്ട് വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ കബേർഡ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ ഇതിൻ്റെ ബോക്സ് ചെയ്തെടുത്തിട്ട് ഡോസ് മാത്രം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നടുവിൽ പാനലും ഈ സൈഡിലും നമ്മൾ വിനീർ കൊടുത്തിട്ട് സെയിം പോളിഷ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം. ഇവിടെ നമ്മൾ ഒരു ക്വീൻ സൈസ് ബെഡും അതിൻ്റെ മുകളിൽ ഒരു ബങ്ക് ബെഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ ഇവിടുത്തെ കുട്ടികളുടെ ഫേവറേറ്റ് കാർട്ടൂൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ കബേർഡ് ചെയ്തിട്ടുള്ളത്. ഈ കബേർഡ് നമ്മൾ പ്ലൈവുഡിൽ ചെയ്തിട്ട് ഡോറ് മാത്രം വുഡിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് ഉള്ളിൽ ഈ വിനീർ ഫിനിഷ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മളിവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. അതുപോലെ നമ്മൾ പിന്നെ വരുന്നത് ഇവിടുത്തെ സ്റ്റഡി ഏരിയയിലേക്കാണ്. ഈ സ്റ്റഡി ഏരിയയിൽ നമ്മളൊരു 2 പേർക്ക് ഇരുന്ന് പഠിക്കാനും കുറച്ച് സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതിൻ്റെ മച്ചിൻ്റെ മേളിലേക്ക് കയറുമ്പോൾ ഇത് ശരിക്കും RCC ആണ്. RCCയിൽ താഴെ നമ്മൾ POP സീലിംഗ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ മേളിലേക്ക് ഇതിൻ്റെ ഓടിട്ടുള്ള പോർഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഡറാണ് കൊടുത്തിട്ടുള്ളത്, പഴയ ഏണി രീതിയിലുള്ളത്. അതുപോലെ അതിലേക്ക് പഴയ രീതിയിലുള്ളൊരു ഡോറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലാണ് നമ്മളുടെ ഇവിടുത്തെ ടാങ്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെയിലടിക്കുന്നില്ല ടാങ്കിലേക്ക്. അതുപോലെ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടുത്തെ ഒരു ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ഒരു ഹോം തിയേറ്ററാണ്. ഈ ഹോം തിയേറ്റർ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ അക്കോസ്റ്റിക്സ് ചെയ്യുന്നിട്ടുള്ളത് നമ്മുടെ ഈ ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ്. ഈ റൂം ആക്ച്വലി വീട് ഫുൾ ചെയ്തിട്ടുള്ളത് ലാറ്ററൈറ്റ് സ്റ്റോണിൽ തന്നെയാണ്. ഓപ്പൺ മേസണറി ആയിട്ട് വരുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള കുറച്ച് ഷാർപ്പായിട്ടുള്ള ഡാർക്ക് കല്ല് വെച്ച് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഏരിയ കുറച്ചുകൂടി ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതാണ് ഇവിടുത്തെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഒരു ചെറിയ ബാൽക്കണി. നമ്മൾ വുഡൻ പില്ലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുള്ളത് വുഡിലാണ്, ട്രഡീഷണൽ രീതിയിൽ വരുന്നത് പോലെ. ശ്രീജിത്തിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് ഇതൊരു പ്രത്യേകിച്ചൊരു നന്ദി പറയാനായിട്ട് പ്രത്യേകിച്ച് വാക്കുകളില്ല. കടപ്പാട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പ്രതീതി ശരിക്കും പറയുകയാണെങ്കിൽ. ഒരിക്കലും ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നുന്ന രീതിയിൽ അങ്ങനെയാണ് ശ്രീജിത്ത് ചെയ്തതാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി എന്ന് പറയാം, പക്ഷെ നന്ദി പറഞ്ഞാലും തീരില്ല. നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു ചതിയോ ഒരു അബദ്ധമോ പറ്റാതെ അത്രയും വൃത്തിയായിട്ട് ഇങ്ങനൊരു വീട് ചെയ്ത് തന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. സോ ടോട്ടൽ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടുതൽ വർക്കുകളും ഈ വീടിൻ്റെ തന്നെ കൂടുതൽ പിക്ചേഴ്സും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോളോ അസ് ഇൻ Instagram, Facebook ആൻഡ് YouTube. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.